ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, യഹൂദ ക്രിസ്ത്യാനികൾ അവര് ന്യായപ്രമാണവാദികളായി തീർന്ന് ദൈവസഭയുടെ ഭാഗമായ വിശ്വാസികൾ പഴയ നിയമത്തിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പിന്തുടരണമെന്നുള്ള ഒരു ഉപദേശവുമായിട്ട് അവർ വരാനായിട്ടിടയായിട്ട് തീർന്നു. ഇതിന്റെ ആരംഭം നമുക്ക് 10-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ തന്നെ കാണാനായിട്ട് കഴിയും. അവിടെ ആദ്യമായി ജാതികൾ സുവിശേഷം കേൾക്കുകയാണ്. അന്നേരം അവര് വചനം കേട്ട് അവര് രക്ഷിക്കപ്പെട്ടപ്പോൾ പത്രോസ്, സുവിശേഷം പറഞ്ഞ പത്രോസ് കൂടെ വന്ന യഹൂദ ക്രിസ്ത്യാനികളോട് അവരെ സ്നാനപ്പെടുത്താനായിട്ട് പറഞ്ഞു കാണും. അന്നേരം അവര് അതിന് തടസ്സം നിന്നു. കാരണം അവരാരാ? ജാതികളാണ്, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഈ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ സ്നാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിൽ ചേർക്കുന്നത് ശരിയല്ല എന്ന ചിന്താഗതിയിൽ അവര് തടസ്സം നിന്നു. നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44 മുതൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. 47-ാം വാക്യം, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. മൊത്തം കോൺവെർസേഷൻ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അന്നേരം അവർ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അന്ന് ആ വരങ്ങളുണ്ടായിരുന്നു. അന്നേരം പത്രോസ് കൂടെ വന്നവരോട് പറഞ്ഞ് അവരെ സ്നാനപ്പെടുത്താം. പക്ഷെ അവരെന്ത് ചെയ്തു? പാടില്ല എന്ന് വിലക്കിയത് കൊണ്ടാണ് 47-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞത്, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അവിടെ കൂടെ വന്നവര് അത് പാടില്ല എന്ന് പത്രോസിനെ വിലക്കിയപ്പോൾ പത്രോസ് പറയുകയാണ്, നമുക്ക് ലഭിച്ചതുപോലെ തന്നെ ഇവർക്കും, ഈ ജാതികളിൽ നിന്ന് വിശ്വസിച്ചവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അതുകൊണ്ട് സ്നാനപ്പെടുത്തുവാൻ പാടില്ല എന്ന് വിലക്കാനായിട്ട് പാടില്ല. എന്നിട്ട് 48-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. തടസ്സം നിന്നതുകൊണ്ട് പത്രോസ് ഒരു കൽപ്പന കൊടുത്തു, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ജാതികളിൽ നിന്ന് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വചനം കേട്ട് വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തണം എന്ന് പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് ന്യായപ്രമാണവാദത്തിന്റെ ഒരു ആരംഭമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് 1-ാം വാക്യം, യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. എന്നാൽ അന്ത്യോക്യ സഭയിലേക്ക് ചിലർ കടന്നു വന്നിട്ട് അവിടെയുള്ള വിശ്വാസികളെ തെറ്റിക്കാനായിട്ട് ശ്രമിച്ചു. അന്ത്യോക്യ സഭ, അവിടെ പൗലോസുണ്ട്, ബർന്നബാസ് ഉണ്ട്, യഹൂദ ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അവിടുത്തെ കൂടുതൽ വിശ്വാസികളും ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്നവരാണ്. യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നിട്ട് പറഞ്ഞു, ഇവരെ ദൈവമക്കളായിട്ട് അംഗീകരിക്കണമെങ്കിൽ, ഇവർക്ക് യഥാർത്ഥത്തിൽ രക്ഷ ലഭിക്കണമെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, പിന്നെ ഇവരെന്ത് ചെയ്യണം? മോശ
കൽപ്പിച്ചതനുസരിച്ച് പരിച്ഛേദന ഏൽക്കണം. മോശയുടെ ന്യായപ്രമാണത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ജാതീയ വിശ്വാസികൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അവരെ നമ്മുടെ കൂടെ കൂട്ടാനായിട്ടൊക്കത്തുള്ളൂ, അവർക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് ഒരു തർക്കവുമായിട്ട് ചിലർ കടന്നു വന്നു. പൗലോസുണ്ട്, ബർന്നബാസുണ്ട്. അവിടെ സഭയിൽ ഒരു തർക്കമായി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് യെരൂശലേമിലേക്ക് വന്നു. അവിടെ അപ്പോസ്തലന്മാരോടും യെരൂശലേം സഭയിലെ മൂപ്പന്മാരോടും കാര്യങ്ങൾ അറിയിച്ചു. എന്തിനാ യെരൂശലേമിലേക്ക് പോയത്? യെരൂശലേം സഭയിൽ നിന്നാണ് ഈ ദുരുപദേശക്കാര് അന്ത്യോക്യയിലേക്ക് വന്നത്. അതുകൊണ്ട് ആ സഭയിൽ കടന്നുപോയി ഈ വിഷയം അവിടെ അവതരിപ്പിച്ച് അവിടെ മൂപ്പന്മാരും അപ്പോസ്തലന്മാരും ഒരുമിച്ച് കൂടി ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവർക്ക് പരിച്ഛേദന ആവശ്യമില്ല എന്ന് വ്യക്തമായിട്ട് അതവിടെ പ്രസ്താവിക്കുകയും ഒരു കത്തെഴുതി ജാതികളിൽ നിന്നുള്ള വിശ്വാസികളുള്ള സഭകളിലെല്ലാം അത് അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിട്ട് അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവര് അന്ന് സഭകളിലുണ്ടായി. നമ്മൾ ഗലാത്യ ലേഖനം തന്നെ വായിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തില് പത്രോസും അവരോടുകൂടെ കൂടിയ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറ് അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പ് അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചത് കൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്. അവിടെ പത്രോസ് ഗലാത്യ വന്നപ്പോൾ അന്ത്യോക്യയിൽ വന്നപ്പോൾ 11-ാം വാക്യം, പൗലോസ് പത്രോസിൽ കുറ്റം കണ്ടു. എന്താ കുറ്റം? പത്രോസ് വന്നപ്പോൾ അന്ത്യോക്യയിലെ ജാതികളിൽ നിന്നുള്ള വിശ്വാസികളോടുകൂടെ ഭക്ഷണം കഴിച്ചു പോന്നു. എന്നാൽ യെരൂശലേം സഭയിൽ നിന്ന് ചിലർ കടന്നു വന്നപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ഈ ജാതീയ വിശ്വാസികളിൽ നിന്ന് മാറി അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നത് അങ്ങ് നിർത്തി. എന്നിട്ട് നമ്മൾ വായിക്കുന്നത് യഹൂദന്മാരും പല യഹൂദ ക്രിസ്ത്യാനികളും പിന്നെ ബർന്നബാസ് വരെ ഈ പത്രോസിനെ അനുകരിച്ച് മാറി നിൽക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നെ പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് എന്ന് പറഞ്ഞാൽ ഏതാ? 1-ാം ക്ലാസ്സുകാരൻ, പുതിയ വിശ്വാസിയാണ്. പത്രോസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫൈനൽ ഇയറാ, ഏറ്റവും സീനിയറാ. പൗലോസ് അതൊന്നും നോക്കിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് ഇടപെട്ടപ്പോൾ ആ പരസ്യമായി ഈ പത്രോസ് കാണിച്ച ആ തെറ്റായ നടപടിയെ പരസ്യമായി വിമർശിക്കുന്ന, ആ പത്രോസിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന നടപടി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അന്നേരം വിശ്വാസികൾ ആ പഴയ നിയമത്തിന്റെ പ്രമാണത്തിലേക്ക്, പ്രത്യേകിച്ച് യഹൂദ ക്രിസ്ത്യാനികൾ ന്യായപ്രമാണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് തിരികെ പോകുന്ന ആ നിലയിലുള്ള ഒരു പഠിപ്പിക്കൽ എന്ന് പ്രബലമായപ്പോൾ അവരെ തിരുത്താനായിട്ട് എഴുതിയ ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. അവിടെ ന്യായപ്രമാണം നമ്മൾ വായിച്ച ഭാഗത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ന്യായപ്രമാണ സംബന്ധമായി ജീവിച്ചിരുന്നവരിൽ നിന്ന് ആ കർത്താവ് സ്വാതന്ത്ര്യം നൽകി അവരെ സ്വതന്ത്രരാക്കിയപ്പോൾ ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത് വീണ്ടും ആ ന്യായപ്രമാണത്തിലേക്ക്, ആ അടിമനുഖത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം തന്നെ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, വിശ്വാസം വരും മുമ്പേ നമ്മിൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകരായി ഭവിച്ചു.
കൊച്ചുകുട്ടികളെ നയിക്കുന്ന ഒരു ചൈൽഡ് ട്രെയിനറായിരുന്നു, ശിശുപാലകനായിരുന്നു ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ ദൗത്യം എന്താ? നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. നോക്കിയേ 25-ാം വാക്യം, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. 4-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ അവിടെ എന്താ വായിക്കുന്നത്? കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരായിരുന്നു, പക്ഷേ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് നാം കർത്താവിന്റെ മക്കളാണ്, ദൈവ മക്കളാണ്. അടിമനുഖത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. 2:16 വാക്യം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. നോക്കിയ വ്യക്തമായി പൗലോസ് ഓർപ്പിക്കുകയാണ്. എങ്ങനെയാണ് നാം നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താലാണ്. താനോട് പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കിയേ, ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. 13-ാം വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണം നമ്മെ അടിമ മുഖത്തിൽ ബന്ധനത്തിലാക്കിയിരുന്നപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്, നമ്മെ സ്വതന്ത്രരാക്കിയത്, നമ്മെ വീണ്ടെടുത്തത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. ഈ ന്യായപ്രമാണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ കണ്ടു, ന്യായപ്രമാണം ശിശുപാലകനായിരുന്നു. മറ്റൊന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, റോമർ 3:20, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നു. പൗലോസും റോമാലേഖനത്തിൽ ഈ വിഷയം പ്രവൃത്തിയാലല്ല നീതീകരണം, വിശ്വാസത്താലാണ് നീതീകരണം എന്നത് തെളിയിക്കുന്ന ഭാഗത്ത് പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെന്തിന് ന്യായപ്രമാണം നൽകി? ഇവിടെ എന്താ പറയുന്നത്? ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നു. എന്താണ് പാപം എന്ന് മനുഷ്യന് മനസ്സിലായത് ദൈവം ന്യായപ്രമാണം നൽകിയപ്പോഴാണ്. ഒരു നിയമം വരുമ്പോഴാണ് അത് ലംഘിക്കപ്പെടുന്നതിന്റെ ശിക്ഷ നാം മനസ്സിലാക്കും. ഇപ്പോൾ കല്ലുമലയിൽ നിന്ന് നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഇപ്പം 80 കിലോമീറ്റർ സ്പീഡിൽ പോയാലും 90 കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഇവിടെ പിടിക്കാൻ നമുക്ക് ക്യാമറയും സംവിധാനം ഒന്നും ഇല്ല. എന്നാൽ ഇപ്പൊ ഗവൺമെന്റ് ഒരു ക്യാമറ കൊണ്ടുവച്ചു, എന്നിട്ട് അതിന്റെ മുമ്പിൽ ഒരു മുന്നറിയിപ്പ് നൽകി, സ്പീഡ് ലിമിറ്റ് 40 കിലോമീറ്റേഴ്സ്. ആ സ്പീഡ് ലിമിറ്റ് ട്രാഫിക് അതോറിറ്റീസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആ മുന്നറിയിപ്പ് ഈ സ്ട്രെയിറ്റ് റോഡിന്റെ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡിൽ പോയാൽ ക്യാമറ ഡിറ്റക്ട് ചെയ്യും. വീട്ടിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആ സ്കൂട്ടറിൽ പോകുന്നതും കാറിൽ പോകുന്നതിൻ്റെയും ഫോട്ടോ വീട്ടിൽ വരികയും ചെയ്യും. ഇനി വേറെ വല്ലവരെയും കൂടെ പോയാൽ ചിലപ്പോൾ ഭാര്യയുടെ കയ്യിലും ഭർത്താവിൻ്റെ കയ്യിലും ആ ഫോട്ടോയും എത്തിച്ചേരും. അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ പലരുടെയും അനുഭവങ്ങൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. എന്നിട്ട് ഒരു നിയമം വരുമ്പോഴാണ് ആ നിയമം ലംഘിച്ചാൽ നമുക്ക് വരുന്ന ആ ശിക്ഷകളൊക്കെ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാകുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് ന്യായപ്രമാണം മോശ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തിയപ്പോൾ പല നിബന്ധനകൾ ദൈവം നൽകി.
ആരെ വിവാഹം കഴിക്കാം, ആരെ വിവാഹം കഴിക്കാൻ പാടില്ല, മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശുദ്ധി എങ്ങനെയായിരിക്കണം, അന്നേരം ആ നിലയിലുള്ള നിർദ്ദേശങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, നമ്മുടെ സദാചാരത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമുള്ള ആലോചനകളൊക്കെ ന്യായപ്രമാണത്തിലൂടെ നൽകിയപ്പോഴാണ് അത് ലംഘിച്ചാൽ അതിനുള്ള ശിക്ഷയും അവിടെ വ്യക്തമായിട്ട് നമുക്ക് പഴയ നിയമ ഭക്തന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷേ പാപിയായ ഒരു മനുഷ്യനെ, പഴയ നിയമ കാലഘട്ടത്തിൽ പാപം ചെയ്ത, തെറ്റ് ചെയ്ത ഒരു മനുഷ്യന് തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞുവെങ്കിലും ആ തെറ്റിൽ നിന്ന് ശുദ്ധീകരിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും നമ്മൾ വായിച്ച 2-3 ഭാഗങ്ങളിൽ കണ്ടു, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതിന് ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്, പക്ഷെ ഇവിടെയും പണ്ട് പറഞ്ഞു കാണും. നമ്മൾ രാവിലെ ആരാധനയ്ക്ക് വരാനായിട്ടൊക്കെ ഒരുങ്ങി, കുട്ടപ്പനായി കുട്ടപ്പിയായിട്ടൊക്കെ വരാനായിട്ട് ഒരുങ്ങി, മുഖത്തെ പൗഡറും ക്രീമും ഒക്കെ പുരട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കും. എന്നിട്ട് ഇവിടെ ഇച്ചിരി പൗഡറോ ക്രീമോ കൂടുതലാണ്, അല്ലെങ്കിൽ ഈ ഷർട്ട് ഇവിടെ ഒരു അഴുക്ക് അല്ലേ, കയ്യിൽ ഇവിടെയോ ഒക്കെ അഴുക്കോ, ബ്ലൗസിലോ ഒക്കെ ഒരു അഴുക്ക്. എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ക്രീം കൂടുതലുള്ളതും മുടി ഉഴപ്പിക്കിടക്കുന്നതും വസ്ത്രത്തിലെ നമ്മൾ കാണാത്ത അഴുക്കുകളൊക്കെ ആ കണ്ണാടി നമ്മളെ കാണിച്ചു തരും. പക്ഷേ എത്ര നേരം ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാലും ആ കണ്ണാടിക്ക് ഈ ക്രീമ് കൂടുതലുള്ളത് മാറ്റാനോ നമ്മുടെ വസ്ത്രത്തിന്റെ അഴുക്ക് മായ്ച്ചു കളയാനോ കഴിയുകയില്ല. ന്യായപ്രമാണത്തിന്റെ ദൗത്യമാണ് കണ്ണാടിയുടെ ദൗത്യം. എന്നിട്ട് മനുഷ്യ ജീവിതത്തിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ, തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ന്യായപ്രമാണം സഹായിച്ചു. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ അറിവ് മനുഷ്യർക്ക് ലഭിച്ചു. പക്ഷേ ന്യായപ്രമാണത്തിന് ഒരിക്കലും മനുഷ്യനെ ശുദ്ധീകരിക്കുവാനോ അല്ലെങ്കിൽ നീതീകരിക്കുവാനോ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അന്നേരം പൗലോസ് ഗലാത്യ ലേഖനത്തിൽ അവരെ ഓർപ്പിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്, അതിൽ ഉറച്ചു നിൽപ്പി. നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്, നാം ദൈവമക്കളാണ്, അതിൽ ഉറച്ചു നിൽക്കുക. അല്ലെ, നാം പാപത്തിന് അടിമകളായിരുന്നു, ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ആ പാപത്തിന്റെ അനുഭവത്തിലേക്ക് വീണ്ടും നാം മടങ്ങിപ്പോകരുത്. നാം അശുദ്ധരായിരുന്നു, കർത്താവ് നമ്മെ ശുദ്ധീകരിച്ചു. ആ അശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം മടങ്ങിപ്പോകരുത്. നാം നീതി കെട്ടവരായിരുന്നു, ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ കണക്കിട്ട് ദൈവം നമ്മെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. വീണ്ടും ആ നീതികേടിന്റെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങിപ്പോകാനായിട്ട് പാടില്ല. അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്, ഉറച്ചു നിൽക്കുക. സ്റ്റാൻഡ് ഫേം, ഉറച്ചു നിൽക്കുക. നമുക്ക് വളരെ പരിചയമുള്ളൊരു സങ്കീർത്തനമാണ് 11, അല്ലേ? അതിന്റെ 3-ാം വാക്യം എന്താ? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അതിന്റെ ഉത്തരം എന്താ? എന്തും ചെയ്യും. അതിന്റെ ഉത്തരം എന്താ? എന്തും ചെയ്യും. ഒരു വിശ്വാസി ദൈവവചനപ്രകാരം ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവന് തന്നെ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് 3 കാര്യങ്ങൾ, ആ ഉറച്ചു നിൽപ്പിനോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, നാം യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഉറച്ചു നിൽക്കണം. We need to stand firm upon the foundation of Jesus Christ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഞാനും നിങ്ങളും നിൽക്കണം. നമ്മൾ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3:11-12 അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല.
ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. അന്നേരം ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരു ശരിയായ ആ അടിസ്ഥാനത്തിന്മേൽ നാം നിൽക്കണം. ഒന്നാമത്തെ അടിസ്ഥാനം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. കർത്താവ് എന്തോ പറഞ്ഞു പത്രോസിനോട്? നീ പാറക്കഷണമാകുന്നു, ഈ ഉറപ്പുള്ള പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേലാണ്. എഫേസ്യ ലേഖനം 2:20 നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ ദൈവസഭയുടെ പണിയുടെ മുകളിലേക്കുള്ള പണിയിലെ ജീവനുള്ള കല്ലുകളാണ് ഇന്നിവിടെ ദൈവസന്നിധിയിലായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും. കെട്ടിടം പണിയുമ്പോൾ ആദ്യം ഇടുന്ന കല്ല്, മൂലക്കല്ല് യേശുക്രിസ്തു. പിന്നെ അടിസ്ഥാനത്തിന്റെ ഭാഗം അപ്പസ്തലന്മാരും പ്രവാചകന്മാരും. മുകളിലോട്ടുള്ള പണിയില് നാം ജീവനുള്ള കല്ലുകളാണ്. ദൈവസഭയെ ഒരു കെട്ടിടത്തോട് താരതമ്യപ്പെടുത്തി പൗലോസ് എഫേസ്യ ലേഖനം 2:20 പറയുമ്പോൾ ആ കെട്ടിടത്തിന്റെ ഉറപ്പെന്താ? ആ കെട്ടിടത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത് അതിൻ്റെ ആ മൂലക്കല്ല്. അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 3:11 വായിക്കുന്നത് പോലെ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. ശരിയായ അടിസ്ഥാനത്തിന്മേൽ നിൽക്കുമ്പോൾ ആ ദൈവസഭ അതിൻ്റെ കെട്ടുറപ്പിനെ അത് കാണിക്കുന്നു. അതുകൊണ്ടാ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഫിലിപ്പി ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. അത് മലയാളത്തിൽ എങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായ. അന്നേരം നാം ഉറച്ചു നിൽക്കണമെങ്കിൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഞാനും നിങ്ങളും നിൽക്കണം. യേശുക്രിസ്തു എന്ന ആ ഉറപ്പുള്ള പാറമേൽ ഞാനും നിങ്ങളും നിൽക്കണം. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറിന്റെ അനുഭവത്തിൽ നാം ആയിരുന്നു. അന്നേരം ആ അവസ്ഥയിൽ നിന്ന് സ്വയമായി നാം കരയേറുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ചേറിന്റെ ബോസിനോട് ചോദിച്ചാൽ പറയും, അച്ചൻകോവിലാറ്റില് ചേറുള്ള ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ കൂടുതൽ താഴ്ന്നു പോകും. നമ്മൾ സ്വയമായിട്ട് കരയേറാനായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു സ്റ്റെപ്പ് നാം മുകളിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ താഴേക്ക് പോകും. അതാ ചേറിന്റെ അനുഭവം. അന്നേരം അവിടെ വെളിയിൽ നിന്നൊരാള് കരം പിടിച്ച് നമ്മെ ഉയർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ചേറിൽ നിന്ന് വെളിയിലേക്ക് കരയറാനായിട്ട് കഴിയൂ. അന്നേരം ആ അവസ്ഥയിൽ നിന്ന് നമ്മെ കരം പിടിച്ചുയർത്തി ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ കരം പിടിച്ചുയർത്തി ഉറപ്പുള്ള പാറമേൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കിയവനാ നമ്മുടെ കർത്താവ്. ആ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം. ആ അടിസ്ഥാനത്തിന്മേൽ നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അർത്ഥാൽ രക്ഷിക്കപ്പെടാത്തവരായിട്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വേണ്ടിയാ കർത്താവ് ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ യേശുക്രിസ്തു ക്രൂശിൽ വേദന അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. നിങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതിന് ക്രിസ്തുവിന്റെ നിർമ്മലമായ രക്തം കാൽവറി ക്രൂശിൽ ചൊരിയപ്പെട്ടത്. ആ യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് അതെൻപേർ കാണുന്നു നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാൽ നിങ്ങൾക്കും ദൈവമക്കളായി തീരാൻ ദൈവം അധികാരം നൽകിയിരിക്കുക. നമ്മൾ കണ്ടു, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. മനുഷ്യന്റെ പ്രവർത്തികൾ, നീതിപ്രവർത്തികൾ ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെയാണ്. രക്ഷിക്കപ്പെടാതെ
മരിച്ചാൽ നിത്യ നരകത്തിലേക്ക് ചെന്നു പതിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനാ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനിക്കാതെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവ മകനായി മകളായിട്ട് തീരണം. ദൈവം നിങ്ങളെ സഹായിക്കണം. കൊണ്ട് കുന്നത്ത് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 5 വയസ്സുള്ള ഒരു മോള് പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു, മകളെ എനിക്കിപ്പം രക്ഷിക്കപ്പെടണം, ഇപ്പൊ കർത്താവ് വന്നാൽ എൻ്റെ പപ്പ സ്വർഗത്തിൽ പോകും, എൻ്റെ മമ്മ സ്വർഗത്തിൽ പോകും, എൻ്റെ ഇച്ചാച്ചൻ സ്വർഗത്തിൽ പോകും, 3 ചേച്ചിമാരുണ്ട്, അവര് സ്വർഗത്തിൽ പോകും, ഞാൻ മാത്രം ഇവിടെ കൈവിടപ്പെടും. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് ആ മീറ്റിങ്ങിൽ യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു. ആ മോളിപ്പോ 10ലോ 11ലോ പഠിക്കുക. 5 വയസ്സുകാർക്കും 7 വയസ്സുകാർക്കും 10 വയസ്സുകാർക്കും ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെടാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന 50ഉം 60ഉം വയസ്സുള്ളവരെക്കാൾ ബുദ്ധി, വിവേചനാശക്തി, കഴിവ് ഇന്ന് 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കുണ്ട്, അല്ലേ? നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വൊക്കാബുലറി LKG UKG പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അറിയാം. അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ദൈവസന്നിധിയിലുണ്ടെങ്കിൽ, യേശു കർത്താവേ, ഞാനൊരു പാപിയാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, എന്നെ അവിടുത്തെ മകനാക്കണമേ, മകളാക്കണമേ. പ്രാർത്ഥിച്ചാൽ നിങ്ങളും ദൈവ മകനായി മകളായി തീരും. ആ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഉറച്ചു നിന്ന് വളർന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടാമത്, ദൈവവചനം എന്ന അടിസ്ഥാനത്തിന്മേൽ നാം നിൽക്കണം. We need to stand firm upon the foundation of the word of God. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ മാത്രമല്ല, ദൈവവചനം എന്ന അടിസ്ഥാനത്തിന്മേൽ ഞാനും നിങ്ങളും നിൽക്കണം. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ദൈവശാസ്ത്രീയമാണ്. 2 തിമോത്തിയോസ് 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും അത് പ്രയോജനമുള്ളതാണ്. എന്നിട്ട് ഉപദേശം എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം, പഠിക്കണം. നാം എന്ത് ചെയ്യുവാൻ പാടില്ല, നാം എന്ത് ചെയ്യണം, നാം എന്തിൽ തുടരണം, ആ നിലയിലുള്ള നിർദ്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവവചനം വായിക്കണം, ദൈവവചനം പഠിക്കണം, കാണാതെ പഠിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം അനുസരിക്കണം. സഹോദരിമാരിൽ എത്ര പേര് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ചിട്ട് ഈ ആരാധനാ യോഗത്തിന് വന്നു? സഹോദരന്മാരോട് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അറ്റ്ലീസ്റ്റ് സഹോദരന്മാർ ഞായറാഴ്ച രാവിലെയെങ്കിലും വായിക്കും. കാരണം സഭയിൽ വരുമ്പോൾ ഒരു ചിന്ത പറയണം, ഇനി മറ്റാരും ഇല്ലെങ്കിൽ പ്രസംഗിക്കണം, സ്തോത്രം ചെയ്യണം. എന്നിട്ട് അതിന് വാക്യങ്ങളൊക്കെ ഒന്ന് സഹോദരന്മാർ മിക്കവാറും റെഫർ ചെയ്യും. സഹോദരിമാരോ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് പലരും, പ്രത്യേകിച്ച് ഞായറാഴ്ച രാവിലെ 10 മണിയാകുമ്പോൾ ഹോളിൽ, 10 മണിക്ക് മുമ്പേ ഹോളിൽ വരണം. ഇന്ന് ഞാൻ സാധാരണ ലേറ്റായിട്ട് വരുന്ന പലരും ഇന്ന് സമയത്ത് വന്നായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര പേരിന്ന് ബൈബിള് ഒറ്റയ്ക്കിരുന്ന്, കുടുംബ പ്രാർത്ഥനയിലെ കാര്യമല്ല, ഒറ്റയ്ക്കിരുന്ന് ഇന്ന് ബൈബിൾ വായിച്ചു? നമുക്കറിയാം, എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ബെഡ് കോഫി അല്ലെങ്കിൽ ബെഡ് ടീ, കട്ടൻ കാപ്പി, കട്ടൻ ചായ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, മലയാള മനോരമ വായന, ന്യൂസ് ഹെഡ്ലൈൻ TV-യിൽ നോക്കുന്നു, അല്ലെ? നമ്മുടെ ആ ദിനചര്യയിൽ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നത് കൃത്യമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. മരുന്ന് കൃത്യസമയത്ത് കഴിക്കാറുണ്ട്.
അതുപോലെ ദൈവവചനം വായിക്കുന്നതിൽ പങ്ക്ച്വാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യാറുണ്ടോ? സ്കൂളിൽ പോകുന്നവരും എല്ലാ സഹോദരന്മാരും ദൈവത്തിന്റെ വചനം വായിക്കേണ്ടവരാ. അത് നമ്മുടെ ആത്മീയ ഭക്ഷണമാണ് അല്ലെ? രക്ഷയ്ക്കായി വളരുവാൻ പത്രോസ് പറയുന്നത് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുക. അതുകൊണ്ട് ക്രിസ്തുവിൽ നാം അടിസ്ഥാനപ്പെട്ടവരായി ഉറച്ചു നിൽക്കണം. ദൈവത്തിന്റെ വചനമെന്ന അടിസ്ഥാനത്തിന്മേൽ ഞാനും നിങ്ങളും നിൽക്കണം. അതിന് ദൈവത്തിന്റെ വചനം വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അനുസരിക്കണം. കർത്താവിന്റെ വാക്കുകളൊന്നും നോക്കിയേ. മത്തായി 7-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീടില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായി. 2 വീടുകൾ, റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 വീടുകൾ. ചിന്തിക്കുക, ഒരു 2 നില വീടാണ്. രണ്ടും ഏതാണ്ട് ഒരേ നിലയിൽ ഭംഗിയോടെ പണിത്, അതിന്റെ 2ന്റെയും മുമ്പിൽ നല്ല മനോഹരമായ ഗാർഡൻ ഉണ്ട്, 2ന്റെയും മുമ്പിൽ നല്ല മതിലുണ്ട്, ഗേറ്റ് ഉണ്ട്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കിയാൽ 2 ഒരുപോലെയുള്ള വീട്. 2 വീടിനും പ്രശ്നങ്ങൾ വന്നതും സെയിമാണ്. എന്താ? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. കാരണം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വീടാണ്. ഈ 2 വീടുകൾക്ക് നേരിട്ട പ്രശ്നങ്ങൾ ഒരേ പ്രശ്നങ്ങളാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരു വീട് നിലനിന്നു, ഒരു വീട് തകർന്ന് തരിപ്പണമായി. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഈ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. 26-ാം വാക്യം, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. പ്രശ്നം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അത് വീണു, അതിന്റെ വീഴ്ച വലിയതായി. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. നാം ഉറച്ചു നിൽക്കണമെങ്കിൽ ശരിയായ അടിസ്ഥാനത്തിന്മേൽ നിൽക്കുന്നവരായിരിക്കണം. ദൈവവചനമെന്ന അടിസ്ഥാനത്തിന്മേൽ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം നൽകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 3-ാമത്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി നിൽക്കണം. We need to stand firm, being filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എഫേസ്യ ലേഖനം 5:18 നമ്മൾ വായിക്കുന്നത് എന്താ? Be filled with the Spirit. ആത്മാവിനാൽ നിറയപ്പെടുക. അതിന്റെ മുമ്പിലത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമെന്ന്. എഫെസോസ് സഭയിലെ ചില വിശ്വാസികൾക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. പിന്നെ ഒരു വിശ്വാസി എന്തിനാ നിറയപ്പെടണം? വീഞ്ഞിനാലല്ല നിറയപ്പെടേണ്ടത്. വിശ്വാസി നിറയപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. നിറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. നമ്മളൊരു ഗ്ലാസ് എടുത്താൽ ഈ ഗ്ലാസ് നമുക്ക് 2 നിലയിൽ നിറയ്ക്കാനായിട്ട് കഴിയും അല്ലെ? ഇപ്പൊ ചൂടുവെള്ളത്താൽ ഈ ഗ്ലാസ് നിറച്ചു, അത് ഞാൻ കുടിച്ചു അല്ലെ? ജ്യൂസിനാൽ ഈ ഗ്ലാസ് നമുക്ക് നിറയ്ക്കാം. അത് പുറമേ നിന്നുള്ള നിറവാണ്. ഒരു ഗ്ലാസ് കുപ്പിയെടുത്ത് അല്ലെ ഫ്ലാസ്ക് എടുത്ത് അതിൽ നമ്മൾ ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ജ്യൂസോ ഒക്കെ ഒഴിച്ച് നിറയ്ക്കുന്നത് പുറമേ നിന്നുള്ള നിറവാണ്. അപ്പോൾ തന്നെ അകമേ നിന്നുള്ള നിറവുണ്ട് അല്ലെ? ഞാൻ സന്തോഷത്താൽ നിറയപ്പെട്ടു, അല്ലെങ്കിൽ വേദനയാൽ നിറയപ്പെട്ടു, ദുഃഖത്താൽ നിറയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അകമേ നിന്നുള്ള നിറവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അകമേ നിന്നുള്ള നിറവാണ്. നമ്മൾ വിശ്വസിച്ചപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മിലേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവായ ദൈവത്താൽ
നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയ്ക്കാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കത്തക്ക നിലയിൽ, നമ്മെ നിയന്ത്രിക്കത്തക്ക നിലയിൽ നാം വിനയമുള്ളവരായി നമ്മെ തന്നെ താഴ്ത്തി ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുവാൻ, നമ്മെ നിയന്ത്രിക്കുവാൻ ആർക്ക് കഴിയും? പരിശുദ്ധാത്മാവിന് കഴിയും. എന്നാൽ സ്വയത്തിന് ഞാൻ പ്രാധാന്യം നൽകുമ്പോൾ, ദൈവവചനം അനുസരിക്കാതെ മസിൽ പിടിച്ച് ഞാൻ ജീവിക്കുമ്പോൾ, പാപത്തോട് പോരാടാതെ പാപത്തോട് സല്ലപിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കെടുത്തുന്നു, പരിശുദ്ധാത്മാവിനോട് ഞാനും നിങ്ങളും അനുസരണക്കേട് കാണിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മെ നിയന്ത്രിക്കുവാൻ ആർക്ക് കഴിയില്ല? പരിശുദ്ധാത്മാവിന് കഴിയില്ല. കാരണം നാം അതിനായിട്ട് നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഉറച്ചു നിൽക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്മേലായിരിക്കണം. ദൈവവചനം എന്ന അടിസ്ഥാനത്തിന്മേൽ ഞാനും നിങ്ങൾ നിൽക്കണം. മാത്രമല്ല പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കത്തക്ക നിലയിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ സ്വന്തം ശരീരത്തിൽ നാം ഒരുക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മ നിറവിൽ എനിക്ക് നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആ പാരമ്പര്യത്തിലേക്ക്, അശുദ്ധിയിലേക്ക്, നീതികേടിന്റെ അനുഭവത്തിലേക്ക്, പാപത്തിലേക്ക്, തെറ്റായ ചിന്തകളിലേക്ക്, തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക്, ജഡത്തിന്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാതെ ദൈവഹിതത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം സമൂഹത്തിൽ കാഴ്ചവെക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.